വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ കൂട്ടായ്മയ്ക്കായി, ഈ സംഭവത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യനായ പാസ്റ്റർ ജോസഫ് അവറുകൾ, പാസ്റ്റർ റോയി, പാസ്റ്റർ ഗോകുട്ടി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകിച്ച് നാമത്തിൽ സ്നേഹബന്ധം അറിയിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ കിടന്ന് സൂചിച്ചിട്ടുണ്ട്. എന്റെ ഭാര്യ വത്സമ്മ ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. ചില ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെയെല്ലാം ഒന്ന് കണ്ടു കേട്ടു പോകാം എന്നുള്ള നിലയിൽ കൂടെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. സഹോദരിമാരുടെ ഇടയിൽ വളരെ ശ്രദ്ധയായി പ്രവർത്തിക്കുന്ന ഒരു മിഷണറിയാണ്. പല നിലകളിൽ, അത് വ്യക്തിപരമായി കൂടുതൽ പറയുന്നില്ല, ഇടയ്ക്ക് സാക്ഷ്യത്തിന്റെ ഇടയിൽ ചില വാക്കുകൾ ഉപയോഗിക്കും. ദൈവം നൽകിയതായ താരതകൾ ഒന്നാണ് സംഗീതം. അത് 2 വർഷമായി പവർ വിഷൻ TV ചാനലിൽ കൂടെ സ്തുതി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ KV സവിൽ സാർ, അതുപോലെ സാധു കൊച്ചുകുഞ്ഞി ഉപദേശി, TK ചമസർ എന്ന് തുടങ്ങിയ പഴയ ഭക്തന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസിക്, സെമി ക്ലാസിക്, സാധാരണ ഗാനങ്ങളൊക്കെയും ഈ തലമുറയ്ക്ക് പഠിക്കുവാൻ വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്നു. അത് വൈകിട്ട് നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആദ്യ അല്പസമയം വചനം സംസാരിക്കും, അതിനുശേഷം അതിന് തുടർന്ന് ഞാൻ സംസാരിക്കും. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിടൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിടൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാകരായുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാകരായുമില്ല. അവന് കാരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അറിയാതെ മോദമായി വരുവും പകരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ കൊമ്പരൻ വന്നിരൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ദൈവം എനിക്ക് ഇങ്ങനെ അവസരം തന്നതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിനെ വിലപ്പെട്ട ദാസൻ വിൽസൻ ജോസഫ് അവറുകൾ ഇന്ന് കർത്താവിനൊപ്പം ചേരുവാൻ ജ്ഞാനമുള്ള ദൈവ മക്കൾ, ഞങ്ങളെ വളരെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിനെ ചേർന്ന് അബുവർഗീസാർ അവറുകൾ, അങ്ങനെ ദൈവസഭയോടൊപ്പം എന്റെ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ, എന്റെ കർത്താവിന്റെ സ്നേഹത്തെ ഒന്ന് വർണ്ണിക്കുവാൻ, അവന്റെ നാമത്തെ ഒന്ന് ഉയർത്തുവാൻ എന്റെ കർത്താവിലേക്ക് തന്ന അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നേക്ക് 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ വലിയവനായ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധം എനിക്കുണ്ടാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. അന്ന് മുതൽ ഇന്നുവരെയും കിട്ടുന്ന ഇടങ്ങളിലൊക്കെ അവസരം കിട്ടുന്നതൊക്കെയും എന്റെ കർത്താവിനെ ഉയർത്തുവാൻ, എന്റെ കർത്താവിന്റെ നാമത്തെ പാടുവാൻ, മഹത്വപ്പെടുത്തുവാൻ എന്റെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിനായി, നന്മകൾക്കായി, കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടെ ഓർമ്മിച്ചതുപോലെ കഴിഞ്ഞ 2 വർഷമായി പവർ മിഷനിലെ സ്തുതി എന്ന ഒരു പ്രോഗ്രാം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ട ഒരു 10-14 വയസ്സുള്ള കുഞ്ഞിനോട് ചോദിച്ചു, ആദ്യം എന്തിനാണ് ഈ പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്റെ ഉദ്ദേശം നിങ്ങൾക്ക് എന്താണ് എന്ന് പൈതലൊക്കെ ചോദിച്ചപ്പോൾ അതിന്റെ ഉദ്ദേശം, പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നാം കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുമ്പോൾ വലിയ ഭാവിയെ പ്രതീക്ഷിച്ച് അവരുടെ അവരിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ അവരെ വളർത്തുന്നു. എന്നാൽ അവർ ജീവിതത്തിൽ അവരൊന്നുമായിട്ട്, എന്നാൽ അനേക പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുമ്പോൾ പകച്ചു നിൽക്കേണ്ടതായ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ നമ്മുടെ പിതാക്കന്മാര് പാടിയതായ, നമ്മുടെ വല്യപ്പച്ചന്മാര് പാടിയതായ ഭക്തന്മാരുടെ അനുഭവത്തിൽ നിന്നുള്ളതായ ചില വരികളുടെ ആ പാട്ടുകളുടെ വരികളായിരിക്കും നമ്മളെയൊക്കെ ജീവിപ്പിച്ചത്, നമ്മളെ നിലനിർത്തിയത്. ആ പ്രതികൂല ശക്തിയെ നമ്മളെ നിലനിർത്തുമാറാക്കിയത് ചില പാട്ടുകളുടെ വരിയായിരിക്കാം. അതുപോലെ നമ്മളെ വളർന്നു വരുന്ന തലമുറകൾക്കൊക്കെ ഇത് കേട്ട് പഠിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനൊക്കെ ആയി ഒരു പ്രോഗ്രാം ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, കാൽവരി കുന്നിൽ കൊളുത്തിയ ദീപം, നൂറ്റാണ്ടുകളായി കത്തിയ ദീപം, ഇന്നും നാളെ കത്തും ദീപം, അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും, അത് തലമുറകൾക്കായി കൈമാറും. ഹല്ലേലൂയ. വലിയൊരു ദൗത്യം നമ്മളെ ഏൽപ്പിക്കുന്നു. നമ്മുടെ തലമുറകൾക്കൊക്കെ ഈ ദൈവത്തിന്റെ സ്നേഹം കൈമാറുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളർന്നു വരുമ്പോൾ പ്രതികൂല ശക്തികളെ അഭിമുഖീകരിക്കേണ്ടതുപോലെ ഒരു ദൈവത്തിന്റെ ശക്തി സംഭരിക്കേണ്ടതിന് ഈ പാട്ടുകളൊക്കെ പാടുവാൻ കർത്താവിനെ കൃപ ചെയ്തു. എന്റെ പിതാവ് ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് ദൈവത്തെ സ്നേഹിപ്പാൻ ഇറങ്ങിയ ഒരു വ്യക്തി
വ്യക്തിയായിരുന്നു. ഞങ്ങൾ 8 മക്കളുണ്ടായിരുന്നു. ഹല്ലേലൂയ. വളരെ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഞെരുക്കങ്ങളുടെയും ഒക്കെ സന്ദർഭത്തില് ദാരിദ്ര്യത്തിന്റെ ഒക്കെ അവസ്ഥയില് എന്റെ പിതാവ് അനേകം പാട്ടുകൾ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ഹല്ലേലൂയ. ആ പാട്ടുകളാണ് ഞങ്ങളെ ജീവിപ്പിച്ചത്. ഹല്ലേലൂയ. അത് സാറിന്റെ എന്റെ പിതാവ് ആത്മ ക്ഷേത്രത്തിനടുത്ത് ജനിച്ചു വന്ന അദ്ദേഹമായതുകൊണ്ട് അനേക പാട്ടുകൾ പഠിക്കാൻ അവസരം ദൈവം കൊടുത്തു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി തീർക്കുവാൻ സഹായിച്ചു. എന്റെ പിതാവ് ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ ഇതുപോലുള്ള പ്രായത്തിൽ ഞങ്ങൾക്ക് പാടിത്തരുമായിരുന്നു. നിസ്വത നിന്നെ നിഹൃതനാക്കുമ്പോൾ രക്തവ്യാപാരിത തന്നെ പ്രജ്ഞധ്വനിയാക്കും നിന്നെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിസ്വത ദാരിദ്ര്യം നിന്നെ ഒന്നുമില്ലാതെയാക്കുമ്പോൾ ഹല്ലേലൂയ സകല കണികളുടെ സകല രക്തങ്ങളുടെ ഉടയവനായ ദൈവം നിന്നെ രക്തവ്യാപാരിയാക്കും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്നറിയാമോ? മധുരതരം തിരുവേദം മനസമോദ വികാസം. നിന്റെ മനസ്സിന് മോഹം ഉണ്ടാകണോ, സന്തോഷം ഉണ്ടാകണോ, സമാധാനം ഉണ്ടാകണോ, നീ ഉയരണമോ, അത് ദൈവത്തിന്റെ വചനത്തിനകത്ത് പോവുക പ്രശംസിക്കുക എന്ന് എന്റെ പിതാവ് ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. ഹല്ലേലൂയ. അതിന്റെ ഫലമായി ഞങ്ങളൊക്കെയും ഈ വലിയവനായ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നു. ഹല്ലേലൂയ. വലിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഞാൻ തിരുവല്ലായി ഞങ്ങൾ പാർക്കൊണ്ട് കുടുംബമായി വിവിധയിടങ്ങളിൽ കർത്താവ് ഞങ്ങളെ ലോകത്തിന്റെ പലയിടങ്ങളിലും കേരളത്തിന്റെ വിവിധയിടങ്ങളിലൊക്കെ ഈ കർത്താവിന്റെ വേല കിട്ടുമ്പോൾ കൊടുക്കാൻ സഹായിച്ചു. എനിക്കൊരു മോനാണുള്ളത്. അവന് വൈകാമൻ എന്ന് പറയുന്ന ഒരു സംഘത്തെ അവൻ യൂത്തിന്റെ പ്രവർത്തിക്കുവാൻ പഠിക്കാൻ കടന്നു വയ്ക്കുന്നു. നല്ലൊരു ബ്രഹ്മനാണ് അവൻ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേല ഞങ്ങൾക്ക് എവിടെല്ലാം ദൈവം അവസരങ്ങൾ കൊടുക്കുന്നു അവിടെയൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കാൻ കർത്താവ് അവസരങ്ങൾ തരുന്നു. സ്തോത്രം. ഞാൻ സഹോദരിമാരുടെയും പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയാന്ന് പറഞ്ഞല്ലോ. ഒരു സഹോദരിക്കാണ് ഏറ്റവും കൂടുതൽ സുവിശേഷം അറിയിക്കാനുള്ള വാദമുള്ളത്. ഹല്ലേലൂയ. നാമൊക്കെ നമ്മുടെ ദൈവം ഓരോ കാര്യങ്ങളിലും ഓരോ കാര്യങ്ങളും ആക്കുമ്പോൾ അവിടെയൊക്കെ മറ്റുള്ളവരുടെ രഹസ്യത്തെ വെളിപ്പെടുത്താത്ത എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്ന് ബോധ്യമായ ഒരു സഹോദരി സ്വന്തം ഭർത്താവിനോട് പോലും പറയാത്ത അനേക വ്യക്തികൾ പ്രാർത്ഥനയ്ക്കായി സഹോദരിമാരെ അറിയിക്കും. അങ്ങനെയുള്ള സഹോദരിമാരെ തേടിപ്പിച്ച് ദൈവത്തിന് അവരെ ആകർഷിക്കാനും അവരെ ആദായപ്പെടുത്തുവാനും ദൈവം നമ്മളെ ഉപയോഗിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ 7 കടലിനായ ആ ശിഷ്യന്മാരെ താൻ ഉയർത്തെഴുന്നേറ്റെന്ന സത്യം എന്റെ ശിഷ്യന്മാരോട് പോയി അറിയിക്കാൻ ഒരു സഹോദരിയാണ് ദൈവം ഏൽപ്പിച്ചത്. അതുപോലെ കർത്താവ് ഒരിക്കൽ വന്നതായ വെള്ളം കൊണ്ടുവരാൻ വന്നപ്പോൾ എന്റെ കഴിഞ്ഞ നാളിൽ ഞാൻ ചെയ്തായ പാപങ്ങളൊക്കെ എന്നെ പൂർണ്ണമായി അറിയുന്ന ഒരുവിധം ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു മധ്യയാണുള്ള സത്യം അവൾ പോയി ആ ദേശം മുഴുവനും പോയി പ്രകീർത്തിക്കാൻ ആ സഹോദരിയാണ് മുന്നോട്ട് വന്നത്. ഒരു കവി ഇങ്ങനെ പാടി കുളനടി കുടവുമ കുളക്കരമാണിട്ട് യേശുനാമം അറിയിക്കാൻ ശബരിയ ചുറ്റി നാരി. അവൾ ശബരിയ മുഴുവനും സൂചിച്ചിരിക്കാൻ ഓരോരുത്തർ സഹോദരിയാണ് ഉപയോഗിച്ചത്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്കൊക്കെ ദൈവം ഓരോ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ കർത്താവിന് തന്നെ വിശ്വസതയോടെ വീറോട് നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിച്ചത് ഞങ്ങൾ പാടിയതായ പഴയ 50-80 വർഷങ്ങൾക്ക് മുമ്പ് പാടിയതായ പഴയ പാട്ടിന് ചില ഒരു CD ഞങ്ങൾ കൊണ്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വാങ്ങുവാനുള്ള ഒരു അവസരമുണ്ട്. ദൈവനാമത്തിനോട് സ്തോത്രം ചെയ്യുന്നു. വിജയം ദൈവജനങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചതിന്റെ വാക്കുകൾ ഞാൻ വിരമിച്ചിരുന്നോളൂ. നമുക്ക് തിരുവചനത്തിൽ നിന്നും മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 9-10 വാക്യം വായിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് തിരുവചനം ചിന്തിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9-10 വാക്യം. നിങ്ങൾ രണ്ടായിരം വർഷം പഴക്കമുള്ളതായ ഒരു വേദഭാഗം. 1-ാം നൂറ്റാണ്ട് മുതൽ ഈ കാലഘട്ടം വരെയും തലമുറയായി ജനിച്ച സകല ക്രൈസ്തവർക്കും അല്ലെങ്കിൽ ക്രിസ്തുമാർഗം ക്രിസ്തുമതം സ്വീകരിച്ചവർക്കും വ്യക്തമായി അറിയാവുന്ന ഒരു ഭാഗം. റോമൻ കാത്തലിക്സിന്റെ ഇടയിലോ മറ്റ് സാധാരണ ക്രൈസ്തവരുടെ ഇടയിലോ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേദഭാഗം. എന്നാൽ പെന്തക്കോസ്തുകാരായ നമ്മൾ അധികം കാണാതെ പഠിക്കുവാൻ സമയമെടുക്കാറില്ല. എങ്കിലും നമുക്കും നല്ലതുപോലെ അറിയാവുന്ന ഒരു വേദഭാഗം. ഏറ്റവും ലളിതവും ഏറ്റവും മധുരതരവുമായ ഒരു വേദഭാഗമാണ്. ഇതൊരു ചെറിയ വിഷയമായി തോന്നാമെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാൽ ധ്യാനത്തിൽ പഠന വിഷയമായി
ലഭ്യമാക്കിയപ്പോൾ ഇത് 4 വോളിയം VCD-കളായി ഈ വിഷയം പുറത്തിറക്കുകയും വന്നു. ഞാനിവിടെ ചില മിനിറ്റുകൾ കൊണ്ട് ഇത് പറഞ്ഞ് ഉപസംഹരിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. 9 വാക്യം തുടങ്ങുമ്പോൾ നിങ്ങൾ ഊണ് പ്രാർത്ഥിക്കുകയും അതിന് തൊട്ടു മുമ്പ് യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു. ആവശ്യങ്ങളെ ഉണർത്തിച്ചുകൊണ്ടുള്ള ഒരു ആരംഭത്തോടുകൂടെ നമ്മുടെ ഭൗമിക വിഷയങ്ങളെ തൊട്ടുണർത്തുന്ന വിഷയത്തോടുകൂടി തന്നെയാണ് ആ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രസിദ്ധമായുള്ള ഭാഗം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നിന്റെ രാജ്യം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടെ സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിനായി ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുവാൻ പഠിപ്പിച്ചത് ആരാണ്? നിത്യതയിൽ, പൂർവ്വനിത്യതയിൽ, അനാദികാലം ഈ പ്രപഞ്ചത്തെ മുഴുവനും, ഈ ജ്യോതിർഗോളങ്ങളെയും ഈ സകല ചരാചരങ്ങളെയും ആകാശഗംഗയിലെ എല്ലാ ജ്യോതിർഗോളങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ സൃഷ്ടികർത്താവായിരുന്ന, ദൈവത്തോട് സമത്വമുണ്ടായിരുന്ന, ദൈവത്തിന് ഏകജാതനായ പുത്രനായ മസിഹയാണ് ഈ വിഷയം പറയുന്നത്. എന്റെ പിതാവിനെ നിങ്ങൾക്കും പിതാവേ എന്ന് വിളിക്കാം. പിതാവേ എന്ന് വിളിക്കുവാനുള്ളതായ ചില മാനദണ്ഡങ്ങളും ഭിന്നതകളിൽ നിറഞ്ഞു കിടക്കുന്ന ഉപദേശങ്ങളുണ്ട്. അപ്പോൾ ആരാണ് ദൈവത്തിന്റെ മക്കൾ? നമുക്കറിയാം. കാരണം നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം, എത്ര വലിയ ഭാഗ്യം നമുക്ക് നൽകി. സകല ജാതിയിൽ നിന്നും, മതത്തിൽ നിന്നും, ഭാഷയിൽ നിന്നുമായി ക്രിസ്തുമാർഗം സ്വീകരിച്ച് പിതാവെ എന്ന് വിളിക്കുന്ന വിളി പോലെ തന്നെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും കണ്ടിട്ടുള്ളതും എല്ലാ രാജ്യങ്ങളും കാണാൻ സാധ്യതകളുമായ ഒരു വിഷയം. കുഷ്ഠരോഗികൾ ഒരുമിച്ച് കൂടുമ്പോൾ കുഷ്ഠരോഗികൾക്ക് ഒരു യൂണിയനുണ്ട്. അന്ധന്മാരായ കുരുടന്മാർക്ക് യൂണിയനുണ്ട്. ജഗരന്മാർക്ക് യൂണിയനുണ്ട്. ഡംഭണ്ടപ്പായ മനുഷ്യർക്ക് ആ സമൂഹത്തിന് യൂണിയനുണ്ട്. ഇങ്ങനെയുള്ളതായ ചില ഗ്രൂപ്പുകളെ പല സ്ഥലങ്ങളിൽ വെച്ച് പരിചയപ്പെടുവാൻ ഇടയായപ്പോൾ ഒരിക്കൽ 35 പേര് വരുന്ന കുഷ്ഠരോഗികൾ ഒരുമിച്ചിരുന്നുകൊണ്ട് മനോഹരമായ ഗാനങ്ങൾ പാടുന്നു. കൈവിരലുകൾ ഒന്നുമില്ല, എല്ലാം ധരിച്ചുപോയി. മുഖത്തിന്റെ ഷെയ്പ്പ് തന്നെയും തടിച്ച ഒരു വല്ലാത്ത വികൃതമായ രൂപമാണ്. ആ കുഷ്ഠരോഗികൾ ഒരുമിച്ചിരുന്ന് ധരിച്ചുപോയതായ മുറിഞ്ഞ വിരലുകൾ കൊണ്ട് അവർ തബല വായിക്കുന്നു, ഹാർമോണിയം വായിക്കുന്നു, ഡോളൊക്കെ തുടങ്ങിയ ചില സംഗീത ഉപകരണത്തോടുകൂടെ മധുരകരമായി പാടുന്നു. ആളുകൾ തടിച്ചുകൂടുന്നുണ്ട്. തടിച്ചുകൂടുന്ന കൂട്ടത്തിൽ നിന്ന് പലരും 5-ന്റെയും 10-ന്റെയും നോട്ടുകൾ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ 36 വയസ്സ് തോന്നിക്കുന്നതായ ഒരു യുവാവ് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ 5-ന്റെയും 10-ന്റെയും നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയല്ല ഞങ്ങൾ പാടുന്നത്. നിങ്ങളെപ്പോലെ ആരോഗ്യവാന്മാരായി, ബുദ്ധിമാന്മാരായി, സൗന്ദര്യമുള്ളവരായിരുന്നു ഞങ്ങൾ. പാപമെന്ന കുറ്റം ഞങ്ങളെ കിടന്നു പിടിച്ചു. ഞങ്ങളുടെ അപരക്കാരും ദേശക്കാരും സഹോദരങ്ങളുമെല്ലാം ഞങ്ങളെ പുറത്താക്കി. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായി ഞങ്ങൾ ഒരുമിച്ച് കൂടി. യേശു ഞങ്ങളെ സ്നേഹിച്ചു, യേശു ഞങ്ങളെ രക്ഷിച്ചു. പക്ഷെ കുറ്റം മാറിയില്ല. ഒരു നാൾ യേശു തേജസ്സിന് കർത്താവായി ഈ ഭൂമിയിൽ ന്യായപരം നടത്തുമ്പോൾ ഞങ്ങൾ അവനോടുകൂടെ തേജസ്സോടുകൂടെ തന്നെ വായിക്കും. അവനും സ്വർഗത്തിനായ പിതാവ് എന്ന് വിളിക്കുന്നു. ഗുരുവന്മാർ ചില സ്ഥലങ്ങളിൽ പാട്ടുപാടുന്നത് പ്രത്യേകിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അവർക്കും ഈ സ്വർഗത്തിലെ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുവാൻ അവകാശമുണ്ട്. ചമ്പണ്ടപ്പായിട്ടുള്ള ആളുകൾ ശബ്ദം പുറപ്പെടുവിക്കുവാൻ കഴിയാതെ വിരലുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചും കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചും ശബ്ദമില്ലാത്തതായ ആരാധന നടത്തുന്നുണ്ട്. അവർ കർത്തൃദീക്ഷ നടത്തുന്നുണ്ട്. അവരും ആംഗ്യഭാഷയിൽ സ്വർഗത്തിനായ പിതാവിനെയാണ് വിളിക്കുന്നത്. അക്കൂട്ടത്തിൽ നമ്മൾ വിളിക്കുന്ന ഒരു കാര്യം പറയട്ടെ, ലോകത്തെ നാനാ ഭാഗത്തു നിന്നുമായി, നാനാ ഭാഷക്കാരായി, വിവിധ രൂപഭാവത്തിലുള്ളവരായ സകല വ്യക്തികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശു ക്രിസ്തുവിൽ കൂടെ പിതാവേ എന്ന് വിളിക്കുക. ആ പിതാവ് സ്ഥാപിക്കുവാൻ പോകുന്ന ഒരു രാജ്യത്തെയാണ് ഈ സത്യവേദ പുസ്തകത്തിന്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ പ്രസ്താവിച്ചിരിക്കുന്നത്. പഴയ നിയമ
നിയമത്തിലും പുതിയ നിയമത്തിൽ കർത്താവ് പ്രസ്താവിച്ചതായ പ്രസ്താവനകളും അപ്പോസ്തലന്മാരുടേതായ പ്രഭാഷണങ്ങളായാലും സമാന്തരമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങളിലും ഏറ്റവും ശക്തമായി നിൽക്കുന്നത് ദൈവം സ്ഥാപിക്കുവാൻ പോകുന്നതായ ദൈവരാജ്യത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗരാജ്യം എവിടെയാണ്? ദൈവരാജ്യം എവിടെയാണ്? ഇത് ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുന്നതാണോ? ഇത് ആത്മീയമായിട്ടുള്ളതാണോ? ഇത് അത്യധികമായ രാജ്യമാണോ? ആകപ്പാട് ചിന്താപൂർവമായിരിക്കുന്ന വിഷയമാണ്. എന്നാൽ ഈ ചുരുക്കം ചില വാക്കുകൾ കൂടെ എനിക്ക് പൂർണ്ണമായി വെളിപ്പെടുത്തുവാൻ കഴിയില്ല എങ്കിലും ഞാൻ ഏതാനും വാക്കുകൾ പുനർസംഹരിക്കേണ്ടി വരുന്നു. ദൈവനാമത്തിന് മഹത്വം. ഈ വിഷയത്തെ വിശുദ്ധ ബൈബിള് അഥവാ ഈ ബൈബിളിൽ 2314 പ്രാവശ്യം രാജാവ് ഭരിക്കുന്ന രാജ്യത്തെ കുറിച്ച് പറയുന്നു. യേശുവിനെ തേജസ്സിന്റെ കഥമായി ഭൂമിയുടെ മധ്യഭാഗത്ത് വന്ന് രാജഭരണം നടത്തുമെന്നുള്ളതിന്റെ വിവിധ ആശയങ്ങളോടുകൂടെ 949 പ്രാവശ്യം വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ 72 പ്രാവശ്യം യേശു സ്ഥാപിക്കുമെന്ന രാജ്യത്തെ കുറിച്ച് പറയുന്നു. യേശുവിന്റെ സുവിശേഷങ്ങൾ അഥവാ 4 സുവിശേഷങ്ങൾ മാത്രം 62 പ്രാവശ്യം കർത്താവ് സ്ഥാപിക്കുന്നതായ ഈ ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നു. കർത്താവിന്റെ മഹത്വം. ഈ ദൈവരാജ്യത്തെ കുറിച്ച് മൂലഭാഷയായ എബ്രായ ഭാഷയിൽ മാമലക്ക, മൽക്കൂത്ത്, മെലുക്ക, മെൻശ്വാല എന്നുള്ള പദം ഉപയോഗിക്കുന്നു. മെൻശ്വാല എന്നുള്ള എബ്രായ പദത്തിന്റെ അർത്ഥം സർവശക്തനായ ദൈവം തേജസ്സിന്റെ കർത്താവായി ഭൂമിയിൽ ഭരണസാരത്തിൽ ഏറ്റെടുക്കുമെന്നാണ്. അതിനെ എബ്രായ ഭാഷ ഉപയോഗിച്ചിരിക്കുന്ന പദം ബാത്രിയ എന്ന പദമാണ്. ഞാൻ ഈ പറഞ്ഞ രണ്ടും മൂലഭാഷയായ ബൈബിളിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതും അതിന് ആശയങ്ങളുണ്ടെങ്കിലും വാക്കുകൾക്കും കടമകൾക്കും അല്പം വ്യത്യാസമുണ്ടെങ്കിലും നമ്മുടെ മലയാളം ബൈബിളിലും ആ വിഷയങ്ങൾ വ്യക്തമാക്കുന്നു. ഇനി ഒരു കാര്യം പറയാം. ഈ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈബിൾ പ്രസ്താവിക്കുന്ന പ്രസ്താവനകൾ അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഇവിടെ സ്വർഗരാജ്യമെന്നും ദൈവരാജ്യമെന്ന് പറയുന്നതും ഒരേ വിഷയത്തെ കുറിച്ചാണ്. ഒന്നുകൂടെ എടുത്തു പറയട്ടെ. യഹോവയുടെ രാജ്യം, ദൈവരാജ്യം, സ്വർഗരാജ്യം, പിതാവിന്റെ രാജ്യം, പുത്രന്റെ രാജ്യം, മധ്യ രാജ്യം, ക്രിസ്തുവിന്റെ രാജ്യം, വാഴ്ത്തത്ത രാജ്യം, നിത്യരാജ്യം, ഇളകാത്ത രാജ്യം എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത പദപ്രയോഗത്തിൽ കൂടെയാണ് ഈ ദൈവരാജ്യത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നും ഒരു വേദഭാഗം നോക്കാം. മത്തായി സുവിശേഷം 5:3 വാക്യത്തിൽ ഒന്ന് വായിച്ചിട്ട് മാർക്കോസിന്റെ സുവിശേഷം 1:15 വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാണ്. സ്വർഗരാജ്യം അവർക്കുള്ളത്. മാർക്കോസ് 1:15 വാക്യം നോക്കിയേ. അവിടെ മറ്റൊരു പദപ്രയോഗമാണ് ദൈവരാജ്യം എന്നാണ് കാണുന്നത്. മത്തായി സുവിശേഷം 3:1-4-17 രാമയോഹന്നാന്റെ പ്രസംഗവും അതുതന്നെ കർത്താവ് യേശു ക്രിസ്തു സ്നാനാനന്തരം പ്രസംഗിച്ച പ്രസംഗത്തെ അവിടെ പറഞ്ഞിരുന്നത് ശ്രദ്ധിക്കൂ. 3:1 സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. അതേ വിഷയം തന്നെ അല്പം പോലും വ്യത്യാസം വരുത്താതെ 4:17 വാക്യത്തിൽ ക്രിസ്തു പ്രസംഗിച്ചു. അന്ന് മുതലേറ്റു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു. ഈ വിഷയം ഇനി വാക്യങ്ങൾ എടുത്ത് വായിക്കുവാൻ കഴിയില്ല എങ്കിലും ഞാൻ വേഗത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ദൈവരാജ്യം ദൈവരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളും മാർക്കോസ് ലൂക്കോസ് എഴുതിയ ഭാഗത്ത് ദൈവരാജ്യം ദൈവരാജ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന കാര്യം പറയുമ്പോൾ അടുത്ത സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നത് ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ്. സ്വർഗരാജ്യം ഉപമകളാൽ പ്രസ്താവിക്കുന്ന ഒരു 14 കൂട്ടം കാര്യങ്ങൾ 13-ാം അധ്യായത്തിൽ മത്തായി 13-ാം അധ്യായം കാണാൻ കഴിയും. അതേ വിഷയം മറ്റു സുവിശേഷത്തിൽ വരുമ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചുള്ള ചില ഉപമകളാണ്. ഫിസിക്കൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചുള്ള പ്രസ്താവന പറഞ്ഞിരിക്കുമ്പോൾ മറ്റു സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ്. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം ശ്രദ്ധിക്കൂ. സ്വർഗരാജ്യം എന്ന് പറയുന്നതും ദൈവരാജ്യം എന്ന് പറയുന്നതും കർത്താവായ യേശു സ്ഥാപിക്കുന്ന രാജ്യത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗ
ദൈവരാജ്യമെന്നും പിതാവിന്റെ രാജ്യമെന്നും പുത്രന്റെ രാജ്യമെന്നും സത്യ രാജ്യമെന്ന് പറയുന്ന രാജ്യം കർത്താവ് യേശുക്രിസ്തു കർത്താവ് താൻ ഗംഭീരനാഥത്തോടുകൂടെ അപ്പന്റെ സ്വർഗത്തിൽ നിന്നും പിതാവിന്റെ ആഹ്വാനത്തോടുകൂടെ കർത്തകാലത്തോടുകൂടെ മധ്യാകാശത്തിലേക്ക് വരികയും ക്രിസ്തുവിൽ മരിച്ച അത്യധികമായി തന്നെ അവർ തേജസ്സിനോടുകൂടെ ഉയർത്തിനേൽക്കുകയും ജീവനോട് ശേഷിക്കുന്നതായി ദൈവമക്കൾ തേജസ്സിന്റെ പുത്രന്മാരായി രൂപാന്തര തേജസ്സിന്റെ ലക്ഷ്യത്തോടുകൂടെ അവർ കർത്താവിലേക്ക് പോവുകയും 7 വർഷക്കാലം അവർക്ക് ന്യായമായി ലഭിക്കുന്ന പ്രതിഫലങ്ങൾ വാങ്ങി സ്വർഗത്തിൽ അവരായിരിക്കുകയും ആ 7 വർഷം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ സർവശക്തിയുള്ള ദൈവമായ കർത്താവായി യേശു രാജാവും കർത്താവുമായി രാജാക്കന്മാരുടെ രാജാവിന്റെ അർത്ഥമുളവാക്കുന്ന കിരീടധാരിയായി രക്തം ധരിച്ച ഉടുപ്പ് ധരിച്ചവരായി വെള്ളക്കുതിരപ്പുറത്ത് കയറി സ്വർഗം തുറന്ന് അവന്റെ സഭയായ വിശുദ്ധന്മാരുമായി ഒരുമിച്ച് ഭൂമിയിലേക്ക് വരും. ഭൂമിയുടെ മധ്യഭാഗത്തേക്ക് വരുമ്പോൾ യെരൂശലേമിന്റെ ഏറ്റവും തോഭാഗത്തിന്റെ ചരിവിൽ 148 ഭാഷകളിൽ ഈ യേശുവിന്റെ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രസ്താവനകളുടെ സൈൻബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ മറുപടി അപ്പോൾ യേശു ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വരുന്നത് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുമെന്നും അവന്റെ വാക്കുകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ചരിവുഭാഗത്ത് കണ്ടെത്താൻ ദൂരത്ത് കിടക്കുന്നതായ ഈ ലോകത്തിന് തന്നെ ലോകരാജ്യത്തിന് ഏറ്റവും വലിയ ശവക്കോട്ടയുണ്ട്. ആ ശവക്കോട്ട യഹൂദന്മാരുടെ പുരാതന ശവക്കോട്ടയാണ്. അവിടെ ആ പഴയ നിയമ ഭക്തന്മാരും പുതിയ ഭക്തന്മാരുമായി ബൈബിൾ കഥാപാത്രങ്ങളെ സംസ്കരിച്ചിരിക്കുന്നതായ ശവക്കോട്ടയാണ്. അവർ വിളിച്ചു പറയുന്നു, ഒരു വരിയിൽ ആ മധ്യ രാജാവായി വരുമ്പോൾ ആ വരവിൽ ഞങ്ങൾ അവനെ കണ്ട് കരുത്തോടുകൂടെ ഉയർത്തിനേറ്റവരോട് വാഴും. അല്ലെങ്കിൽ മാത്രമല്ല, ഒരു വരയിലേക്ക് സിയോൻ പർവ്വതം എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. അവിടെ ഏറ്റവും മുകൾ ഭാഗമാണ് ദാവീദിന്റെ കൊട്ടാരം സ്ഥാപിച്ചതായ സിയോൻ പർവ്വതത്തിന്റെ ഒരു ഭാഗം. അവിടെ ദാവീദ് ഭരിച്ചതായ 40 വർഷം ഭരിച്ച സിംഹാസനത്തെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ദാവീദിന് കിരീടം സൂക്ഷിച്ചിട്ടുണ്ട്. അതിന് ദാവീദിന്റെ പേരിൽ യൂണിവേഴ്സിറ്റിയുണ്ട്. അവിടെ ഒരു കാര്യം വിളിച്ചു പറയുന്നത്, ഭൂമിയുടെ മധ്യഭാഗത്ത് യഹൂദന്മാരുടെ രാജാവായി വരുവാനുള്ള മസിയ അവൻ തേജസ്സിന്റെ രാജാവായി വരുമ്പോൾ അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. ദാവീദിന്റെ പേരും വംശവും പുതിയ നക്ഷത്രവുമായ മസിയ ഈ ഭൂമിയിൽ രാജഭരണത്തിനായി വരുമ്പോൾ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് തേജസ്സിന്റെ സിംഹാസനം എന്ന് പേരിട്ടുകൊണ്ട് അവൻ തേജസ്സിന്റെ കർത്താവായി ഭൂമി 1000 വർഷം വാഴും. ഇതാണ് ദൈവരാജ്യം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്യധികമായി ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പോകുന്ന ഈ ദൈവരാജ്യത്തെയാണ് പിതാവേ നിന്റെ രാഷ്ട്രീയം പറയണത് എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഭാവിയിൽ നമ്മെക്കുറിച്ച് ഞാൻ എന്റെ വാക്കുകൾ വേഗം നിർത്തിക്കൊള്ളാം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ 44-ാം വാക്യം. ഈ കാലഘട്ടത്തിൽ ഭരണകൂടങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അധികാരം ദുർവിനിയോഗം ചെയ്യുമ്പോൾ, ഭരണം കിരാതമാകുമ്പോൾ ഈ ഭരണം മുഴുവനും ദൈവമായ കർത്താവ് ഏറ്റെടുക്കും. അങ്ങനെ ഈ രാജാക്കന്മാരുടെ ഈ ഭരണകർത്താക്കളുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറൊരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് ദാനിയേൽ 2:44 വാക്യത്തിൽ വായിക്കുന്നത് അത്യധികമായി നിവൃത്തിയാകാൻ പോകുന്നു. 7:27 ഏതാ? ദാനിയേൽ 7:27 വാക്യത്തിൽ പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിൽ കീഴെല്ലാമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നത വിശുദ്ധന്മാരായി നിലത്തിൽ ലഭിക്കും. കർത്താവിന് വിശുദ്ധന്മാരായ നമ്മൾ ആ സ്വന്തം രാജാക്കന്മാരായും പുരോഹിതന്മാരായും ശക്തന്മാരായി ആത്മജീവികളായി തന്നെ ഈ ഭൂമിയിൽ കർത്താവിനോടുകൂടെ ഭരണം നടത്തുന്ന ഒരു കാലത്തെ കുറിച്ചാണ് അവിടെ വായിച്ചത്. കർത്താവിന് മഹത്വം ഇങ്ങനെയുള്ളതായ ഈ വിഷയങ്ങൾ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമാക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ ഏറെ വർദ്ധിക്കേണ്ടതാണ്. അതിനുവേണ്ടി കർത്താവ് എന്താണ് ചെയ്യുന്നത്? 2 തെസ്സലോനിക്കർ 1:6 വാക്യത്തിൽ കർത്താവ് യേശു തന്നെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെടും. എന്താണ് ശക്തിയുള്ള ദൂതന്മാരുമായി വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മെ ഇവിടുന്ന് അഥവാ ക്രിസ്തു നിദ്ര പ്രാപിച്ചവരെ ഉയർപ്പിച്ചും ജീവനോടെ ശേഷിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തിയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാം ദൂതതുല്യരായി തീരുകയാണ്. അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠരായ ശക്തന്മാരായ ദൂതപ്രമുഖന്മാരായിട്ടാണ് വരുന്നത്. അവരെയാണ് ദൂതന്മാരായി ക്രിസ്തുവിനോടുകൂടെ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും 1 തെസ്സലോനിക്കർ 3:13 വാക്യം. നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതകൾ ഹല്ലേലൂയ. സകല വിശുദ്ധന്മാരുമായി കർത്താവിനോടൊപ്പം നാം ഈ ഭൂമിയിലേക്ക് രാജഭരണത്തിൽ വരുന്ന ഒരു പ്രത്യക്ഷതയുണ്ട്. ആ പ്രത്യക്ഷതയിൽ ദൈവം സ്ഥാപിക്കുന്ന രാജ്യത്തിൽ നാം രാജ്യാധികാരം അധികാരം നടത്തുന്നവരായിരിക്കും. കർത്താവിന്റെ
പ്രാർത്ഥന നമുക്ക് സ്മരിച്ചുകൊണ്ട് നന്ദിയോടുകൂടെ അവിടെ വരുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കാം. സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്വർഗീയമായ മഹത്വത്തിന്റെ സവിശേഷതയോടുകൂടെ ഈ ഭൂമിയെ ഊനമില്ലാത്ത ഒരു ദൈവരാജ്യമാക്കി തീർക്കുന്നതായ ഒരു സുവർണകാലം കൊണ്ട് 1000 വർഷം നീണ്ടു നിൽക്കുന്നതായ കാലം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തൻ ഇപ്രകാരം പാടി, ആ രണ്ടുപേരും പാട്ട് പാടി ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിച്ചുകൊള്ളാം. വളരെയധികം കഷ്ടതയും വേദനയും പരിശോധനയും നടുവിൽ ദീർഘകാലങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതും മറുപടിയില്ലാതെ വേദനയോടുകൂടുന്ന ഒരു ഭക്തൻ ദൈവത്തിന്റെ ഉൾപ്രാപണവും തന്റെ ശരീരത്തിന് വരുന്നതായ മാറ്റവും രാജഭരണത്തെ കുറിച്ച് താൻ പല പാട്ടുകളിൽ പാടിയ എഴുതിയതിൽ ഒരു പാട്ട് പ്രകാരമാണ്. ജീർണിക്കാതുള്ളൊരു തേജത്തിന്റെ കിട്ടുമൊരു നാളിൽ, ജീർണിക്കാതുള്ളൊരു തേജത്തിന്റെ കിട്ടുമൊരു നാളിൽ ദൈവദൂത തുല്യനായി പോയിടാം എന്നും പ്രിയന്റെ രാജ്യത്തിൽ. ദൈവദൂത തുല്യനായി പോയിടാം എന്നും പ്രിയന്റെ രാജ്യത്തിൽ. ഒന്നുകൂടെ, ജീർണിക്കാതുള്ളൊരു തേജത്തിന്റെ കിട്ടുമൊരു നാളിൽ ദൈവദൂത തുല്യനായി പോയിടാം എന്നും പ്രിയന്റെ രാജ്യത്തിൽ. ദൈവദൂത തുല്യനായി പോയിടാം എന്നും പ്രിയന്റെ രാജ്യത്തിൽ. 1000 വർഷം ഈ ഭൂമിയിൽ വാഴും രാജാക്കന്മാരായി നാം, 1000 വർഷം ഈ ഭൂമിയിൽ വാഴും രാജാക്കന്മാരായി. രാജരാജനം ഏറ്റവും കൂടെ വരുന്ന നാട് വിദൂരമല്ല, നവരാജനം ഏറ്റവും കൂടെ വരുന്ന നാട് വിദൂരമല്ല. യേശു വേഗത്തിൽ തന്നെ വേഗത്തിൽ വന്നിടുമേ. ശുദ്ധതമയാ വേഗം വേഗത്തിൽ ചേർത്തിടുമേ. ശുദ്ധതമയാ വേഗം വേഗത്തിൽ ചേർത്തിടുമേ. അപ്പോൾ ഞാൻ ഓരോ പറയുകയാണ്, വെളിപ്പെടുവാനുള്ള ആളുകൾ ഓർക്കുമ്പോൾ ഈ കാലത്തെ കഷ്ടങ്ങൾ താരമില്ല. ഈ കഷ്ടങ്ങൾ താരമായി എത്തിയാലോ തൊഴിലേരത്തെ ഘട്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ വിദ്യകളെ സ്ഥാപിക്കുന്ന താങ്കളെ ഓർക്കുമ്പോൾ എന്റെ രക്തം വഹിക്കുമെന്ന് ഞാൻ സന്തോഷിക്കുന്ന ദൈവമായിരിക്കുന്നതാകട്ടെ. ഇങ്ങനെയുള്ളതായ പ്രസംഗം പറഞ്ഞ VCD-കൾ റെക്കോർഡ് ചെയ്യുന്നതായ പ്രൊഫഷണൽ VCD-കൾ കൈകൊണ്ട് താല്പര്യപ്പെടുന്നതിനെ കൊണ്ട് ചെയ്യുക. ദൈവം നമുക്ക്